അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി മാത്രമായിട്ടല്ല കേട്ടോ, ചില അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബബ്ലൂസ് നാരങ്ങ, അതായത് ചിലവർ ഇതിനെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ ഇത് കുറെ നാളായിട്ടോ ഉണ്ടായിട്ട്, അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് ഇത് അത്ര വലിയ ഇഷ്ടാവൊന്നുമില്ലല്ലോ. അപ്പൊ ഈ അടുത്താണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ ഇത് ഡയബറ്റീസ് രോഗികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഹൃദ്രോഗത്തിന്, അതുപോലെ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറക്കും. അതുപോലെ വിറ്റാമിൻ സി ഇതിൽ ധാരാളം ഉണ്ട്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബബ്ലൂസ് നാരങ്ങ കൊണ്ടുള്ള ഫ്രഷ് ജ്യൂസാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഷുഗർ ഉള്ളവർക്കും BP ഉള്ളവർക്കും അത് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും മുടിയുടെ ആരോഗ്യത്തിനും ദഹനത്തെയൊക്കെ സഹായിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ബബ്ലൂസ് നാരങ്ങ ഇതുപോലെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇതുപോലെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീക്കിയിട്ട്, പിന്നെ നമുക്ക് സൈഡുകളെല്ലാം ചുറ്റും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ എടുക്കുക. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ ഞാൻ ചുറ്റും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ ഒരു കമ്പിളി പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലവർ ഇതിനെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് എടുക്കണ പോലെ ഇതുപോലെ നമുക്ക് നീക്കം ചെയ്തെടുക്കാം. അപ്പോൾ നീക്കം ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ തൊലിയൊന്നും പെടാതെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തൊലി പെട്ടുപോയാൽ എന്താണെന്ന് വെച്ചാൽ കഴിക്കും നമ്മുടെ ജ്യൂസിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ഫ്രഷ് ജ്യൂസ് അടിച്ചെടുക്കാൻ പോണേണ്. അപ്പോൾ ആ ഒരു ബബ്ലൂസ് നാരങ്ങയിൽ നിന്ന് എനിക്ക് ഇത്രയും കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ജ്യൂസ് അടിക്കാൻ പോകണം. ഇനിയിപ്പോൾ ഫ്രഷ് ജ്യൂസ് തന്നെ അടിക്കണമെന്നില്ല, സാധാ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കണ പോലെ കുറച്ച് വെള്ളവും ചേർത്ത്, ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒന്നും കൂടിയും ഹെൽത്തി ആയിട്ട് കാട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നീരെങ്ങനെയെന്ന് വെച്ചാൽ ചില നാരങ്ങയിൽ നമുക്ക് നല്ല ഇപ്പോൾ ഓറഞ്ച് പോലെയൊക്കെ തന്നെ ചില ഓറഞ്ചിന് നല്ല നീര് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളതിനാണെങ്കിൽ നന്നായിട്ട് കിട്ടും നീര്. അപ്പോൾ അല്ലാത്തതിനാണെങ്കിൽ ചെറിയതിന് നീര് കുറവുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ബബ്ലൂസ് നാരങ്ങയുടെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. വെള്ളം കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് അത്രയും ജ്യൂസ് കൂടുതൽ കിട്ടും. അപ്പോൾ എങ്ങനെയായാലും ഞാൻ ഇവിടെ അടിക്കുമ്പോൾ എനിക്കെപ്പോഴും ഒരു ഗ്ലാസ്സൊക്കെയാണ് കിട്ടാറ്. ഒരു ബബ്ലൂസ് നാരങ്ങ അടിച്ചാൽ ഫ്രഷ് ജ്യൂസ് അടിച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അല്ലാതെ ചെയ്തെടുക്കാം. ഫ്രഷ് ജ്യൂസ് ആകുമ്പോൾ എനിക്ക് ഒരു ഗ്ലാസ്സാണ് കിട്ടാറ് സാധാരണ. അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം അടിച്ച് കഴിഞ്ഞ് ഇതെനിക്കിവിടെ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇതിലൊട്ടും തന്നെ പഞ്ചസാര ഇടാണ്ട് ഇതുപോലെ തന്നെ പെട്ടെന്ന് കുടിക്കാൻ മതി. അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇറക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക ഇടാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.